ഞാൻ ഇത്രയും വലിയ വാട്ടർഫോൾ ഒന്നും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആൾക്കാർ ഒരുപാട് ഇങ്ങനെ നടന്ന് ഇറങ്ങുന്നുണ്ട്. ഏറ്റവും താഴെ ഉള്ളൊരു വ്യൂ ആണിത്. ഭയങ്കര ആട്ടമുണ്ട് നമ്മള് നയാഗ്രയുടെ നടുക്കിരിക്കാണ്. കപ്പിൾസ് കൈപിടിച്ച് നടക്കാണ് ഗായ്സ്. ചിലരൊക്കെ സിംഗിൾ ആയിട്ട് നടക്കാണ് ഗായ്സ്. അയ്യോ അടിപൊളിയാണ് ഗായ്സ്, ഭയങ്കര വൈബ്. 31ാമത്തെ നിലയിലെ വ്യൂ അടിപൊളിയാണോ? അടിപൊളി അടിപൊളി. ശേഷം വന്നിട്ട് ഓരോരുത്തരെയൊക്കെ എടുത്തിട്ട് കാശ് മേടിക്കുന്നു. നോക്കേ. Welcome to the world of Mark Antony, Mame. Hi guys, welcome back to our channel. എങ്ങനെയാണ് നയാഗ്ര ഫോൾസിന്റെ വ്യൂ കാനഡയിൽ നിന്നൊന്ന് ഇന്ന് കാണാം. പിന്നെ വേറെ എവിടെ നമ്മൾ ആദ്യം പോകുന്നത്? പിന്നെ ഞങ്ങളുടെ ഒരു ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചി അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവരുടെ വീട്ടിലൊന്ന് ആദ്യം കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ട്രിപ്പ് പോവാം. ഗായ്സ്, അങ്ങനെ നമ്മള് ഓൾമോസ്റ്റ് നയാഗ്ര ഫോൾസ് എത്താറായിട്ടുണ്ട്. ഇനിയൊരു 2.5 കിലോമീറ്റർ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നയാഗ്ര എത്തുന്നതാണ്. ഇത് നയാഗ്ര അടുത്തുള്ളൊരു സിറ്റിയാണ്. നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ഒരു ചെറിയ ബ്രിഡ്ജ് ഉള്ളൊരു വൈബൊക്കെ ഉണ്ട്. ഓ എന്റെ അമ്മു വെഡേ അൽപൊളി. യു സീ ദ വാട്ടർഫോൾ? ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ അടിപൊളി വ്യൂ. എന്നിട്ട് ഇവിടെയും ഒരു വാക്ക് ചെയ്ത് ക്രോസ് ചെയ്യാനുള്ള ഒരു സംഭവം ഇവിടെയും ഉണ്ട്. ഇവിടെയും മാരിയിട്ടുണ്ട് കേട്ടോ, മറ്റേ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ. സിഗ്നൽ കൺട്രോൾ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. എന്റെ അമ്മോ ഒരു രക്ഷയില്ല. ഇത് എവിടുന്ന് പൊത്തിയാടി വരുന്നത്? എന്റെ അമ്മോ, ഞാൻ ഇത്രയും വലിയ വാട്ടർഫോൾ ഒന്നും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള ആകെ ആതിരപ്പള്ളി ഇതിന്റെ പകുതിയെ കാണത്തുള്ളൂ. നമ്മളിവിടാണ് പാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മള് ടിക്കറ്റ് എടുക്കുവാന്ന് തോന്നുന്നു. ഫസ്റ്റ് ടിക്കറ്റ് ഇവിടെ പ്രസ് ചെയ്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. രാമനെ ഓക്കെ, അപ്പം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഇറങ്ങുമ്പോ പേ ചെയ്താൽ മതി. പാർക്ക് ചെയ്യാം നമുക്ക് ഇവിടെ. ഇനി എവിടെ പാർക്ക് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മള് ഇവിടെ ഒരു പാർക്കിംഗ് സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. കയാമും ടീമും എത്തിയിട്ടുണ്ട്. നമ്മള് നയാഗ്രയുടെ സൈഡ് വാക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ ഇപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് അപ്പുറം പോകണം. അപ്പുറം പോകുമ്പോഴാണ് ചാട്ടം കാണാൻ പറ്റുന്നത്. ഇത് നയാഗ്രയുടെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പാണ്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം, ബസ് നിൽക്കുന്ന. ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ പവർ എന്നൊക്കെ പറഞ്ഞ ഒരു 1.5 പവറാണ്. ഇവിടെ ഈ വെള്ളം ഇത്രയും വന്ന് വീഴുന്നുണ്ട്. ഒന്നും അറിയാനോ കാണാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ. ഒരു അത്രേ ഒഴുക്കുണ്ട്. അതോ ഇങ്ങനെ റൗണ്ട് ചെയ്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അവിടെ ആ ഒരു ഭാഗത്ത് കുറെ പേരെ ബോട്ടിൽ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. രക്ഷയില്ലല്ലേ ഇഷ്ടം പോലെ. How is waterfall? You like this one? It's good. Yeah. You like it? Ditte? എങ്ങനെയുണ്ട് ദിത്തെ? കൊള്ളാം. Blue? What's that? Blue boat. Is it boat? Yeah, red boat. Red and blue boat. Okay. തനിച്ച. ഇവിടെ ടിക്കറ്റ് എടുക്കുന്നതിന്റെ സ്ഥലം ഇതാണ്. എന്ത് സംഭവം? എന്തോ മാഗ്നറ്റ്. എന്തിനു വേണ്ടിയത്? ഓ, ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഇത് കാനഡയില് നയാഗ്രയുടെ ഒക്കെയാണ്. ഇവിടെ ഒരുപാട് ഈ നയാഗ്രയുടെ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മേടിക്കാൻ വേണ്ടിയുണ്ട്. പല ടൈപ്പ് കീ ചെയിൻ ടൈപ്പ് നമുക്ക്, അല്ലെങ്കിൽ എന്താണ് ഫ്രിഡ്ജിൽ ഇതാണ്ട് ടച്ച് ചെയ്ത് വെക്കാൻ പറ്റിയ ടൈപ്പ്. ഇതൊക്കെ അവർ നോക്കുന്ന ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ ടൈപ്പാണ്. ഈ കൊച്ചെല്ലാടും ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ഇവിടെ വന്നൊരു ഓർമ്മയ്ക്ക് നമുക്ക് മേടിച്ചോണ്ട് പോവാം. വീട്ടിൽ കൊണ്ടുവച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഓർക്കാം.
ഇത് പിന്നെ ഓരോ ആൽഫബെറ്റ്സ്, പിന്നെ നയാഗ്ര ഫോൾസിന്റെ ടീഷർട്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ മേടിക്കാൻ, ഇഷ്ടം പോലെ ആൾക്കാർ മേടിക്കുന്നുണ്ട്. എവനെ വല്ലതും കിട്ടിയാ? ഇത്ര ഇരുന്നിട്ടാ ഗായ്സ്. നമ്മളിത് വൈറ്റ് വാട്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് കയറാനുള്ള ടിക്കറ്റും പിന്നെ ബസ് ടിക്കറ്റുമാണ് ഇരിക്കുന്നത്. ഇനി ബോട്ടിലേക്കുള്ളത് അടുത്ത് എടുക്കണം. നമ്മൾ കയാമ് കയറി എല്ലാം എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഐസ്ക്രീം കൊള്ളാമോ? വാട്സ് ദാറ്റ് ഐസ്ക്രീം? ഉറക്കെ പറ. ബലീന. വാനില. ബലീന. അപ്പോൾ ഗായ്സ് നമ്മൾ വൈറ്റ് വാട്ടർഫോൾസിലോട്ട് പോകാൻ പോവാണ്. ജനസാഗരമാണ് ഗായ്സ്, ജനസാഗരം. ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് വലിയൊരു മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പോകേണ്ട റൂട്ടും കാര്യങ്ങളും സ്ഥലവും എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ബസ്സിനകത്ത് നിൽക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ബസ് കയറി കുറച്ചൊരു 4 കിലോമീറ്റർ അപ്പുറം പോയിട്ട് വേണം. ലൈഫ് ഓഫ് നിൽക്കുന്നവരും താണ്ടേ എല്ലാരും ഉണ്ട്. ബസ്സിനകത്ത് നിൽക്കുകയാണ്. ഇവനാണ് കണ്ടക്ടറിന്റെ അളിയൻ. നമുക്കുള്ള ബസ് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളെ കൊച്ചിനെടുക്കാൻ സെപ്പറേറ്റിന് ആളിനെ കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. താങ്ക് യു. നമ്മളപ്പോൾ വൈറ്റ് വാട്ടർ വാക്ക് ചെയ്യാൻ വേണ്ടി കയറുകയാണ്. ഇവിടെ കയറി നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. ഗായ്സ്, താഴോട്ട് പോകാനുള്ള എലവേറ്റർ സീനാണ്. അങ്ങനെ എല്ലാവരെയും ടിക്കറ്റ് തന്നിട്ട് ടിക്കറ്റ് റീഫണ്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ക്ലോസ് ആയതിന്റെ ചർച്ചയാണ് നടക്കുന്നത്. ഗായ്സ്, അവരിപ്പോ പറയുന്നത് അവിടെ ക്ലോസ് ആണ്, എലിവേറ്റർ കംപ്ലൈന്റ് ആണ്, ഫുള്ളായിട്ട് ഓഫ് ചെയ്തിട്ടേക്കാണ്. പൊരിച്ചിട്ടേക്കുന്ന പോപ്കോൺ എന്റെ കൊച്ചു ചോദിച്ചിട്ട് പോലും കൊടുക്കുന്നില്ല. എന്തായാലും തൊട്ടടുത്തൊരു ചൈനീസ് അമ്പലം ഉണ്ട്. ഇത് ചൈനീസ് അമ്പലമാണ്. നാട്ടില് മണി അടിക്കുന്ന കണക്കുള്ള സാധനമാണ് മണിയടി. ഇവിടെ മണി അടിക്കാൻ പറ്റത്തില്ല, പക്ഷെ ടെൻഡ് അടിക്കാം. അപ്പൊ നമ്മള് ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ് ഗായ്സ്. ഒരു സിപ്പ് ലൈനൊക്കെ പോകുന്നുണ്ട്. ഇതൊരു വഴിയാണ്, ദിസ് വേ ടു ബോർഡ്. താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോണം. ഗായ്സ്, രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. നമ്മൾ താഴെ പോയിട്ടാണ്, ഏറ്റവും താഴെ ആ കാണുന്നിടത്ത് പോയിട്ടാണ് കയറാൻ പോകുന്നത്. ആൾക്കാർ ഒരുപാട് ഇങ്ങനെ നടന്ന് ഇറങ്ങുന്നുണ്ട്. എലവേറ്ററിൽ കയറിയാണ് നമ്മൾ പോകേണ്ടത്. നയഗ്രായുടെ ഏറ്റവും താഴെ ഉള്ളൊരു വ്യൂ ആണിത്. ഇത് ആൾക്കാരെ മുകളിലോട്ട് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും. വരുന്നവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുന്ന സ്ഥലം ഇതാണ്. ഗ്രീൻ സ്ക്രീൻ ഇട്ട് എടുത്തു കൊടുക്കും. പായലൊക്കെ സൈഡിലായിട്ടുണ്ട്. സെന്ററിൽ മാത്രമേ ഒന്നും ഇല്ലാതുള്ളൂ. ഈ സൈഡിൽ മൊത്തം പായലാണ്. ഈ കാണുന്ന ആ ബ്രിഡ്ജ് കണക്കുള്ളത് US-ൽ നിന്ന് കാണാനുള്ളതാണ്. ഗൈസ്, ഈ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്യണം. ബ്രോ, താങ്ക് യു. ചെയ്തു. ഇത് രണ്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ ഇവിടെ കയറി വരുമ്പോൾ ചെറിയൊരു കടയൊക്കെ ഉണ്ട്. ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ടാണ് ഇവർ കയറ്റി വിടുന്നത്. ഒരേപോലത്തെ ബേബി സ്മോള് കവർ വരുന്നുണ്ട്. ഇതിനൊക്കെ കവറിട്ട് വേണം പോവാൻ. കവറൊക്കെ കൊടുക്കുന്നുണ്ട്, കവർ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കവറിട്ടു. നമ്മളേറ്റവും താഴെ എത്തി കേട്ടോ. നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് പോകാൻ പോവുകയാണ്. ലൈഫ് ഓഫ് നിക്കൊക്കെ പറക്കുന്നു. നമ്മളിത് കണക്ക് ജാക്കറ്റൊക്കെ ഇട്ട് തരും നനയാതിരിക്കാൻ. നമുക്ക് നോക്കാം. ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ.
like it? How is Niagara Falls? ഇപ്പൊ നമ്മള് ബോട്ടിലൊക്കെ കയറിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? ഗേൾസ് എങ്ങനെയുണ്ട്? മണ്ടമേലെ ഞാൻ വിളിച്ചില്ല അത്യം പറഞ്ഞ ആൾക്കാരൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. ഇവരെ ഇവിടെ കറങ്ങി നടക്കുവാടേ. കല്യാണ ചെറുക്കൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മള് പകുതി US-ലും പകുതി കാനഡയിലുമാണ്. നയാഗ്ര ഫോൾസ് ആണ് ഗൈസ്. കപ്പിൾസ് കൈപിടിച്ച് നടക്കാണ് ഗൈസ്. ചിലരൊക്കെ സിംഗിൾ ആയിട്ട് നടക്കാണ് ഗൈസ്. ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ ടിക്കറ്റ് കാണിക്കുകയാണ്. നമ്മളിവിടെ നേരത്തെ എലിവേറ്റർ കംപ്ലൈന്റ് ആയിട്ട് തിരിച്ചു പോയതാണ്. ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട്. അയ്യോ ഗൈസ് ഇത് വലിയൊരു ഗുഹയാണ്. ഇവിടെ സൗണ്ട് ഉണ്ടാക്കി എല്ലാവർക്കും കേൾക്കും. ഇത് നമ്മള് വൈറ്റ് വാട്ടറിന്റെ സൈഡിൽ കൂടെ നടക്കാനുള്ളതാണ് സ്ഥലം ഗൈസ്. അടിപൊളിയാണ് ഗൈസ്. ഭയങ്കര വൈബ്. ഇവിടെ വെള്ളം എല്ലാം കൂടെ വന്ന് ഇത്രയും കുമിളയായിട്ട് പോകുന്നത് കൊണ്ടാണ് അതൊരു വൈറ്റ് കളർ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതവര് എന്താണ് വിറ്റ് കാശാക്കി. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? എങ്ങനെയുണ്ട്? സൂപ്പർ. ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു വൈറ്റ് വാക്ക്? അടിപൊളിയായിരുന്നോ? വെള്ളം. നമ്മളെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് വീണ്ടും ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇനി അടുത്ത് എങ്ങോട്ടാ കയ്യാമേ? ഓ അപ്പൊ നാടൻ ഷവർമ. ഓക്കെ അപ്പൊ അടുത്തത് നാടൻ ഷവർമ. ഒരുത്തൻ ബാക്കി ഇരുന്ന് പറയുന്നത് നാടനല്ലെന്ന്. എന്തായാലും നമുക്ക് ഷവർമ കഴിക്കാം ഗൈസ്. നോക്ക് ഗൈസ് റെയിൻബോ ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇപ്പൊ യൂസ് ചെയ്ത റെയിൻബോ യു ലൈക്ക് ഇറ്റ്? വാവ് ദാറ്റ്സ് ഗുഡ്. നമ്മള് ഷവർമ കഴിക്കാൻ പോകുന്ന കട ഇതാണ്. ഇത് ഓർഡർ ചെയ്യുന്നുണ്ട്. എന്തായി വല്ലതും കിട്ടിയ? എല്ലാം ഓൺലൈനാണ് ഗൈസ്. നമ്മളിവിടെ ഓർഡർ ചെയ്യണമെങ്കിൽ ഇതൊന്ന് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ തന്നെ പേ ചെയ്യാം. എല്ലാവരും ഓർഡർ ചെയ്തിരിക്കുകയാണ്. എന്താണ് കാര്യമായി നിങ്ങൾ ഓർഡർ ചെയ്തത്? ബിരിയാണി. നിങ്ങൾ എന്താണ് ഗൈസ് ഓർഡർ ചെയ്തേക്കുന്നത്? എന്തൊക്കെയാ ഓർഡർ ചെയ്തത്? റാപ്പ്. ഞാൻ റാപ്പ്. ഓക്കെ അങ്ങനെ എല്ലാരും ഷവർമ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മത്തായി എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളി. സ്റ്റീവ് അറബ് സ്റ്റൈൽ. ഇദ്ദേഹമാണ് നിന്നെ കണ്ടുപിടിച്ചത് ഈ കട. ലിസ കൊള്ളാവോ? ഓക്കെ കെവിനെ ഗായ്സ് കയാമും നിക്കിയും നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകാണ്. ആദ്യത്തെ ഒരു ലിഫ്റ്റ് കയറി പകുതിയിൽ ഇറങ്ങി, 9ാമത്തേൽ ഇറങ്ങി. അടുത്ത ലിഫ്റ്റ് കയറി നമ്മൾ 31ലേക്ക് പോവുകയാണ്. 31ാമത്തെ നിലയിലെ വ്യൂ അടിപൊളിയാണോ? 31ാമത്തെ നിലയിലെ വ്യൂ കണ്ടാലോ? എന്തുവാടേ 54. നമുക്കൊരു ബാൽക്കണി ഉണ്ട്, ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ അടുത്തൊരു റൂം ഇതാണ്. ഇദ്ദേഹം ഇവിടാണ് കിടക്കുന്നത്. ഇതിന്റെ വ്യൂ കണ്ടാലോ?
ഇപ്പുറത്തെ സൈഡിലുള്ള വ്യൂവും ഒരു രക്ഷയില്ല. ഈ ഒരു റൂമിന് 2 ബാൽക്കണിയാണ് വരുന്നത്. അവിടെ നിന്നുള്ള വ്യൂ അതും, ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇതുമാണ്. താഴോട്ടൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ ചത്ത. ഗായ്സ്, സ്പൈഡർമാൻ റോഡിൽ നിന്ന് ആളെ എടുക്കുകയാണ്. ഗായ്സ്, ഇത് ഇവിടുത്തെ ഡൗൺ ടൗണിലെ പരിപാടിയാണ്. അതായത് ആൾക്കാര് സ്പൈഡർമാന്റെ വേഷം വന്നിട്ട് ഓരോരുത്തരെയൊക്കെ എടുത്തിട്ട് കാശ് മേടിക്കുന്നു. നോക്കേ, ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് കാനഡയിൽ നിന്ന് തിരിച്ചു പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ലിസ കാനഡ? അപ്പോ നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ ഇനി വീട്ടിലോട്ടുള്ള പരിപാടിയൊക്കെ നോക്കാം. പോകുന്ന വഴിക്ക് നമുക്ക് തറവാട് ഹോട്ടലിലെ ഫുഡല്ലേ, ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് എന്തായാലും പോയി നോക്കാം. ഓക്കെ, Welcome to the world of Mark